ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. കാരണം നമ്മുടെ ആത്മീയതയിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും ഭയങ്കര സ്മൂത്തായിട്ടുള്ള അങ്ങനെ ഒരെണ്ണമല്ല. ഒരുപാട് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് സമയത്ത് നമ്മൾ കടന്നു പോകുന്ന പല ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊരു പക്ഷേ നമ്മൾ പലരും അറിയണം എന്നില്ല, ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കണം എന്നില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ, ഞാൻ ഇതിന് മുന്നേ സ്കിൻ പ്രോബ്ലംസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന സ്കിൻ റിലേറ്റഡ് ഇഷ്യൂ ആണ് അതിൽ ഞാൻ കൂടുതലായിട്ട് പറയാൻ ശ്രമിച്ചത്. പക്ഷേ ആ വീഡിയോയ്ക്ക് ഒരുപാട് പേര്, നൂറുകണക്കിന് ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്തു. ഞാൻ തന്നെ ശരിക്കും അത്ഭുതപ്പെട്ടു. അതായത് ഇത്രയും ആൾക്കാർ നമ്മൾ ഒരേപോലെയുള്ള പ്രശ്നത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നതെന്ന് അറിയുമ്പോൾ, അതുപോലെ തന്നെ ഈ പറയുന്നത് പലർക്കും ഒരു പുതുതായിട്ടുള്ള ഒരു അറിവ് തന്നെയായിരുന്നു. അവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ശരി, ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഞങ്ങൾക്കും ഉണ്ടല്ലോ. അപ്പോൾ അത് അവർക്കും ഒരു കൺഫർമേഷൻ കൂടിയായിരുന്നു ഈ പറയുന്നത് പോലെ. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ആ ഒരു ഇതിൽ പലരും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പറയാം. ശാരീരികമായിട്ടും മാത്രമല്ല, നമുക്ക് മാനസികമായിട്ടും അതല്ലെങ്കിൽ ഇമോഷണലായിട്ടും ഒരുപാട് സ്ട്രഗിൾ ഈ സമയത്ത് ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് കൂടി പറയാം. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളെന്താണോ അതിൽ നിന്ന് മാറിപ്പോകുന്നു. ഞാൻ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പം എന്താ എനിക്ക് ഈ ചേഞ്ച് പറ്റിയത്, അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നമ്മളൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിലെ ജേണിയുടെ സമയത്ത് നമ്മളൊരു പുതിയൊരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മുടെ പഴയ ചിന്താഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചിന്തയായിരിക്കും. അപ്പം നമുക്ക് മൊത്തത്തിൽ നമുക്കൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് തന്നെ തോന്നും. അപ്പോൾ ആ ഒരു നമ്മുടെ ഉള്ളിലയ്യോ ഞാൻ ഇങ്ങനെ മാറണോ, ഞാൻ ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഇമോഷണലി നമ്മൾ സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ടായിരിക്കുന്ന നമ്മുടെ ഒരുപാട് മുറിവുകളുണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള നമ്മുടെ മനസ്സിൽ ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകൾ, ഈ സംഭവങ്ങളൊക്കെ ഈ ഒരു സമയത്താണ് നമുക്ക് പുറത്തോട്ട് വരുന്നത്. ചിലപ്പം നമുക്ക് മിക്കവാറും നമ്മൾ ഒരുപാട് പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമോഷണൽ കാര്യങ്ങൾ ഓർത്ത് അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒരുപാട് ആലോചിച്ചിട്ട് നമ്മൾ ഒരുപാട് വിഷമിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ വരാറുണ്ട്. അത് നമുക്കുണ്ടാവുന്ന ഒരു ഇമോഷണലി ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇതുവരെ ഒരു പക്ഷേ കുറേ നാളുകൾക്ക് മുമ്പ് വരെ നമ്മൾ ഓർക്കാതിരുന്നതായിരിക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു ജേണിയിലോട്ട് കടക്കുന്ന സമയത്ത് നമ്മൾ പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളും നമ്മുടെ വേദനകളും ഒരുപക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമമായിരിക്കാം. അപ്പം പല കാര്യങ്ങളും നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ആലോചിച്ചിട്ട് നമുക്ക് കുറച്ച് ഇമോഷണലി നമ്മൾ വീക്കാവുന്നത് പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഫ്രണ്ട്സും ഒരുപാട് ആൾക്കാരുമായിട്ട് ഉള്ള നമ്മുടെ ഒരു പഴയ ഒരു കണക്ഷൻ ഒരുപക്ഷെ നമുക്ക് ഫീൽ ചെയ്യണം എന്നില്ല. നമ്മളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ നമ്മൾ ആ ഒരു സമയത്ത് കണക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും നമുക്ക് അതിന് മുന്നേ ഓക്കെ ആയിരുന്നവർ ചിലപ്പോൾ നമുക്ക് ഓക്കെ അല്ലാതെ ആയിട്ട് നമുക്ക് തോന്നും, അവർക്ക് ഓക്കെ അല്ലാതായി തോന്നും. അപ്പോൾ ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഒറ്റപ്പെടുന്ന പോലെ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഈ ഒറ്റപ്പെടൽ, ആ ഒരു ഫീലിംഗ് കൊണ്ട് ഉണ്ടാകുന്ന വിഷമം, സങ്കടം, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇമോഷണലി വിഷമിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇത് നടക്കുമ്പോൾ നമ്മളൊരു ഡിപ്രഷൻ എന്ന് പറയുന്നില്ല, എന്നാലും ഒരു സങ്കടകരമായ ഒരവസ്ഥയിൽ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആങ്സൈറ്റി പോലെയൊക്കെ തോന്നും. കാരണം നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് നമ്മുടെ എനർജി ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ഷിഫ്റ്റ്, ഈ സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ കുണ്ടലിനി എനർജിയുടെ ഒരു മൂവ്മെൻറ്റ്സ്, അതിൻ്റെ ഒരു ഇൻറ്റേർണലി പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഓരോ ചക്ര ആക്ടിവേഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ പല രീതിയിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് ഉള്ളിൽ. അപ്പോൾ ഇതേ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഫിസിക്കലായിട്ടായാലും ശരി, നമുക്ക് എനർജറ്റിക് എന്താ പറയുക, മെൻ്റലി ആയിട്ടായാലും ഇമോഷണലി ആയിട്ടായാലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
പിന്നെ ഫിസിക്കലായിട്ട് മെയിനായിട്ട് വരുന്ന ഒരു ഇതെന്ന് പറയുന്നത്, സിംറ്റംസ് എന്ന് പറയുന്നത്, നമുക്കൊരു ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള ചൂട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെവിയിൽ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ബ്ലോയിങ് ആയിട്ട് ഹീറ്റ് അടിക്കുന്ന പോലെ തോന്നും. കൂടുതൽ എനിക്ക് വന്നിട്ടുള്ളത് ഇടത് ചെവിയിലാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഇടത് ചെവിയുടെ സൈഡിൽ ഭയങ്കരമായിട്ടൊരു ചൂട് വരുന്നു. അപ്പം കുറച്ച് നേരം അതിങ്ങനെ ഒരു കാറ്റടിക്കുന്ന പോലെ, ചൂട് കാറ്റ് നമ്മൾ അടിക്കില്ലേ, അതുപോലെ ഒരു ഫീലിംഗാണ്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചെവി മുഴുവൻ നല്ല ചുമന്ന് അങ്ങനെ ഒരു കളറാവും. പക്ഷേ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ആ ഒരു എനർജി, നമ്മുടെ കുണ്ടലിനിയുടെ ഒരു മൂവ്മെൻറ്റാണ്. അപ്പോൾ അത് നമ്മുടെ ചെവി സൈഡിൽ വരുന്നതാണ്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കേട്ടോ, പക്ഷെ വളരെ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ വേറൊരു മെയിൻ പ്രശ്നമാണ് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ശരിയാവുന്നില്ല. പണ്ട് ഒരു പക്ഷേ നമ്മൾ ഒരു പ്രശ്നവും ഇല്ലാതെ ഉറങ്ങിക്കൊണ്ടിരുന്നതായിരിക്കും. ഇതിപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റാതെ രാത്രി ഒരു പക്ഷേ പാതിരാത്രി അല്ലെങ്കിൽ വെളുപ്പിന് 2 മണി 3 മണിയാകുമ്പോൾ നമ്മൾ ഉണർന്ന് കിടക്കുന്നു. അതിനുശേഷം ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരുപാട് കാര്യങ്ങളിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുന്നു. തീരെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പം ഞാനിത് ഒരുപാട് നാൾ സ്ട്രഗിൾ ചെയ്തതാണ്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് ഉറങ്ങാം. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ കൂടി അതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ക്ഷീണം കാര്യങ്ങളൊന്നും പിറ്റേ ദിവസം ഉണ്ടായിട്ടില്ല. പക്ഷേ ഉറക്കം ഇല്ലാതെ ഒരുപാട് മണിക്കൂർ ഇങ്ങനെ, എസ്പെഷ്യലി നമ്മൾ വെളുപ്പാങ്കാലത്ത് 3 മണിക്കോ 4 മണിക്കോ ഒക്കെ ഉണർന്നിട്ട് ഒരുപാട് സമയം ഇങ്ങനെ ഉറങ്ങാൻ പറ്റാതെ കിടക്കുക, അങ്ങനെ ഒരു അവസ്ഥ ചിലർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അത് ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ശേഷം നമ്മൾ അവിടെ പോയി ഒരുപാട് ആൾക്കാരും ബഹളമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്തായിരിക്കാം പിന്നീട് നമുക്ക് ബോഡി പെയിനോ അല്ലെങ്കിൽ ഇപ്പം വയറുവേദന ആയിരിക്കാം, തലവേദന ആയിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ബോഡി ഏക്സ് ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ക്രൗഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് പേരുടെ പല ടൈപ്പ് ഓഫ് എനർജി ഉണ്ടല്ലോ ആൾക്കാരുടെ. അപ്പം നമ്മുടെ എനർജി, അതിൽ പോസിറ്റീവായിട്ടുള്ള എനർജി ഉള്ളവരുമുണ്ട്, നെഗറ്റീവായിട്ടുള്ള എനർജിയുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എനർജിയുള്ള ആൾക്കാരുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു വൈബ്രേഷൻ അവരുമായിട്ട് മാച്ച് ആവുന്നില്ല. കാരണം നമ്മളൊരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ചൊരു ഹയർ വൈബ്രേഷനിലുള്ള ഒരവസ്ഥയിലാണ് പോകുന്നത്. അപ്പം നമ്മൾ അവരുടെ എനർജി ആയിട്ട് മാച്ച് ആവാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിൻ്റേതായ ലക്ഷണങ്ങൾ വരുന്നതാണ്. അതൊരു പക്ഷേ പറയുന്നത് പോലെ വയറുവേദനയായിട്ടും തലവേദന, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി നമ്മുടെ ഈ സമയത്തുള്ള പല പ്രശ്നങ്ങളുമായിട്ട് നമ്മളൊരു പക്ഷേ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അവർ പറയും, ഓക്കെ ഇത് ചെറിയ രീതിയിലുള്ള ആങ്സൈറ്റിയാണ് അല്ലെങ്കിൽ സ്ട്രെസ്സാണ്, ഇത് എല്ലാവർക്കും ഉണ്ടാവാറുണ്ടെന്ന് പറയും. ശരിയാണ്, എല്ലാവർക്കും പല രീതിയിലുള്ള സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ആത്മീയ പാതയിൽ പോകുന്ന സമയത്തുണ്ടാകുന്ന ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ നമ്മളൊരു ചികിത്സ എടുത്തു അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി മെഡിസിൻ കഴിച്ചത് കൊണ്ട് മാത്രം അത് മാറണമെന്നതില്ല. നമ്മൾ അത് ഗ്രാജുവലി നമ്മൾ അത് മനസ്സിലാക്കിയ ഓരോ സമയത്ത് കുറേ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തന്നെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ ഒരു ഇനീഷ്യൽ പീരീഡിലെന്ന് പറയുന്നത് ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ മോസ്റ്റ്ലി ഒരുപാട് പേര് കടന്നു പോകുന്ന ഒരു ഇത് തന്നെയാണ്. എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ അതേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ പലരും, അപ്പം നമുക്കുള്ള പ്രശ്നം എനിക്ക് മാത്രമാണല്ലോ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള ഒരു വരി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും കടന്നു പോകേണ്ട ഒരു ഇതാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എല്ലാത്തിനും നമുക്ക് റിലീഫ് ഉണ്ടാവും, എല്ലാം മാറും. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ സ്കിന്നിലാണെങ്കിലും ചൊറിച്ചിൽ ആ ഒരു രീതിയിലുള്ള ഇഷ്യൂസ് ആണെങ്കിലും നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്
നമ്മൾ ഈ പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോകുന്നെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് മുടങ്ങാതെ ചെയ്യുക. നിങ്ങളൊരു പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞിട്ട് മെഡിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ ആ ഒരു ധ്യാനം അല്ലെങ്കിൽ പ്രാണായാമ എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. അത് തീർച്ചയായിട്ടും കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് സ്കിൻ റിലേറ്റഡൊക്കെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചൂട് വെള്ളത്തിൽ കുളിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഉപ്പിട്ട വെള്ളം നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് അതിൽ ഉപ്പിട്ടതിന് ശേഷം ഉള്ള വെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഗ്രൗണ്ടിങ് എന്ന് പറയും. അതായത് നമ്മൾ നടക്കുന്ന സമയത്ത് ചെരുപ്പ് യൂസ് ചെയ്യാതെ നമ്മൾ മണ്ണിലൂടെ ഡെയിലി കുറച്ച് സമയം വീതം നടക്കുക. അത് നമ്മൾ ഈ സമയത്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഒരു എനർജിയും നമ്മുടെ ഭൂമിയിലോട്ട് ആ ഒരു ഇത് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു എനർജി ഭൂമിയിലോട്ട് പോകും. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കുറച്ച് സമയമെങ്കിലും നമ്മൾ ചെരുപ്പിടാതെ ഏതെങ്കിലും കുറച്ച് സ്ഥലത്തൂടെ നടക്കാൻ ശ്രമിക്കുക. അതും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളിതുപോലെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണോ അത് നിങ്ങൾ കമൻ്റായിട്ട് പറയൂ കേട്ടോ. നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല ഒരുപക്ഷെ നിങ്ങളുടെ അനുഭവം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന വേറെ ഒരുപാട് പേർക്ക് അത് ആശ്വാസമായിരിക്കും. അപ്പോൾ അതങ്ങനെ പരസ്പരം നമുക്ക് ഒരു ഹെൽപ്പിംഗ് ആവുകയാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. താങ്ക് യു.